സഹാബികളും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൂടി യാത്ര പോയപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഫദവറനാഖതഹു, തന്റെ ഒട്ടകത്തിനൊന്ന് ഇങ്ങനെ കറക്കി. അപ്പൊ ആളുകൾ ചോദിച്ചു, തൽഅബു ബിൽ ബഈർ, ഒട്ടകത്തിനെയും കൊണ്ട് കളിക്കാണോ ഇബ്നു ഉമറേ, ഞങ്ങളത്തെ വലിയ മനുഷ്യനായിട്ട്? ഇല്ല, ഞാൻ കളിക്കല്ല. സാഫർതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി തങ്ങളോട് കൂടെ യാത്ര പോയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ റസൂലുള്ളാഹി ഇവിടെ വെച്ച് തന്റെ ഒട്ടകത്തിനെ ഒന്നിങ്ങനെ കറക്കിയിട്ട് പിന്നെ ആണ് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എത്തുമ്പോഴൊക്കെ എൻ്റെ ഒട്ടകത്തിനോട് കറക്കും. അതാണ് മനസ്സിലായില്ല. ഇവിടെ ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാലോ, മരുഭൂമിയിലല്ലേ പോണത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒട്ടകത്തിനെ കറക്കിയത് ഇങ്ങനെ പോണോ അങ്ങനെ പോണോ അങ്ങനെ പോണോ എന്നൊക്കെ ആലോചിക്കാനായിരിക്കാലോ, അങ്ങനെയും ആയിരിക്കാലോ. പക്ഷെ അതൊന്നും ഇബ്നു ഉമർ വിഷയമല്ല റളിയല്ലാഹു അൻഹു. ഇബ്നു ഉമർ തങ്ങളുടെ വിഷയം എന്താണ്? നബി അത് ചെയ്തല്ലോ, അപ്പൊ അതന്നെ നബിയെ മരിച്ചോട്ടിലിരുന്നല്ലോ, അപ്പൊ മരം വലുതാണ്. എനിക്ക് ലയിച്ചു പോയതാണ് ആരില്? ഞാൻ മുഹമ്മദ് മുസ്തഫായോടുള്ള പ്രേമത്തിൽ ആരെക്കാളും മുന്തിയവനായത് കൊണ്ട് തന്നെ അഖ്ലി, ഞാൻ വിധിക്കും, ഫിൽ അജീദ് ബിൽ വുജൂദി, സകലമാന വസ്തുക്കളിലും, ബി അസ്രിഹി, എല്ലാത്തിലും, ഖലാ അദ്ബിൽ അംലാക്കി, അള്ളാഹു വിധിച്ചതിൻ്റെ വിധി ഞാൻ വിധിക്കും. അതായത് ഞാൻ വിധിച്ചത് റബ്ബിൻ്റെ വിധിയായിരിക്കും, റബ്ബിൻ്റെ വിധിയെ ഞാൻ വിധിക്കൂ. അതായത് എന്താ, എനിക്ക് ആ സ്ഥാനം റബ്ബ് തന്നു. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ചില ആളുകൾ അങ്ങനെയാണല്ലോ, ചില ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നോക്കുന്ന കണ്ണും ഞാനാവും, പിടിക്കുന്ന കയ്യും ഞാനാവും എന്ന് പറഞ്ഞില്ലേ, അതന്നെ ഞാൻ വിധിച്ചാൽ അത് വിധിയായിരിക്കും. അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളിൽ ഉന്നത സ്ഥാനത്തിലെത്തിയ ആളുകളുടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, അവരടുത്ത് പോയാൽ അല്ലെങ്കിൽ അവരെക്കുറിച്ച് കുരുത്തക്കേട് പറയാൻ പാടില്ല. അവർ വിധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. പൊന്താനും അവർ മതിയാവും, താഴാനും അവർ മതിയാവും. ഔലിയാക്കന്മാരത്തേക്ക് പോകാതിരിക്കല നല്ലത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? നമ്മളെ കുരുത്തക്കേട് അവരെ കണ്ണിൽപ്പെട്ടു പോയാൽ അവർ നമ്മളെ മേൽ എന്തെങ്കിലും ഒരു കാര്യം ഇൻകാർ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയായി പോകും. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതിൻ്റെ അർത്ഥം എന്താ? ഔലിയാക്കന്മാരത്തേക്ക് പോകാതിരിക്കലല്ല ഞാൻ ഈ പറഞ്ഞ ഉദ്ദേശം. അവർ ഈസിയായി പോകരുത്. അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഖലാ അദ്ബിൽ അംലാക്കി, മലക്കുകളുടെ ഉടമക്കാരനായ അവൻ വിധിക്കുന്നത് പോലെയാണ് എൻ്റെ വിധി. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ അള്ളാഹിനെ പോലത്തെ ഒരാളാണെന്നല്ല. പകരം എന്താണ്, ഞാൻ എന്തുദ്ദേശിച്ചോ അവിടെ റബ്ബ് ഉദ്ദേശിക്കും, റബ്ബ് ഉദ്ദേശിച്ചതേ ഞാൻ ഉദ്ദേശിക്കൂ. റബ്ബ് ഉദ്ദേശിച്ചതായിരിക്കും ഞാൻ ഉദ്ദേശിക്കാം, ഞാൻ ഉദ്ദേശിച്ചാൽ റബ്ബ് ഉദ്ദേശിക്കും. കുരുത്തം കിട്ടേണ്ട ഒരുത്തൻ ഒരു വലിയൻ്റെ ഹളറത്തിലേക്ക് വരും. അത് റബ്ബിൻ്റെ ഒരു തൗഫീഖ് കൊണ്ടാണ് അവൻ ഹളറത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ വലിയ ഇവനെ തൃപ്തിപ്പെട്ടാൽ അവിടെ അള്ളാഹുവിൻ്റെ വിധി ഇവൻ്റെ മേൽ നല്ലവനായി തീരുക എന്നുള്ളത് അവിടെ സ്വാദിഖായി മാറും. കുരുത്തക്കിടന്നവൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. നല്ലവനെ മുന്നിൽ പോയാൽ നല്ലവനാകും ചെയ്യാം, ചീത്ത ഉള്ള ആളും ആകാം. എന്തുകൊണ്ട്? അവർക്ക് സമർപ്പിച്ചില്ല. കണ്ണിയത്തിന് സമർപ്പിച്ച ഒരാൾ ചേകനൂരാവൂല, അന്നേ സമർപ്പിച്ചിട്ടുണ്ടാവൂല. ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. മുസ്തഫാ നബിക്ക് സമർപ്പിക്കാത്തവൻ മുനാഫിഖായി, മുസ്തഫാ നബിക്ക് സമർപ്പിച്ചോലോ സിദ്ദീഖായി. സിദ്ദീഖിൻ്റെ കയ്യിലോ എന്തേ ഉള്ളൂ സമർപ്പണം. ഉസ്താദിനെ സമർപ്പിച്ചാൽ അത് നിറഞ്ഞ ശിഷ്യനായി. ഉസ്താദ് കാമിലായ ആളാകണം, അത് വേറെ വിഷയം. കണ്ട അണ്ടനെയാണ് കുറഞ്ഞ ഉസ്താദാക്കണ്ട. ഉസ്താദാക്കി കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കണം. ഉസ്താദ് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല, അവിടെ നിൽക്കണം. ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും മറികടക്കരുത്, അവരെക്കാൾ നിങ്ങൾ മുൻകടക്കാൻ നോക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഉസ്താദ് ശിഷ്യന്മാരും ഒരു സുപ്രയുടെ മുന്നിൽ ഇരുന്നാൽ ഉസ്താദ് കൈകുത്താതെ ശിഷ്യൻ കൈകുത്താൻ പാടില്ല. അതേ നിയമ, അത് അദബിൻ്റെ കമാലിയത്താണ്. ഉസ്താദ് കഴിച്ച് തലാക്ക് ചൊല്ലിയ ഭാര്യയെ പെണ്ണിനെ പോലും ശിഷ്യൻ കെട്ടാൻ പാടില്ല. ഉസ്താദിൻ്റെ വിധവയെ ശിഷ്യൻ കെട്ടാൻ പാടില്ല, ഹറാമാണ്. എന്തുകൊണ്ട്? അത് ബാപ്പാനെ പോലെ തന്നെയാണ്, റൂഹിൻ്റെ ബാപ്പയാണ് ഉസ്താദ്.
വഅസ്വാജുഹു ഉമ്മഹാതുഹും. മനസ്സിലായില്ലേ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അതങ്ങനെ തന്നെയാണ് ഉസ്താദ്മാർ ഭാര്യമാർ ആ ശിഷ്യന്മാർക്ക് ഉമ്മയാണ്. അങ്ങനെ തന്നെ പഴയകാലം മുതലേ അങ്ങനെ പറയാം, ഉമ്മ എന്ന് തന്നെ പറയാം. ഉസ്താദിൻ്റെ ശിഷ്യന്മാർ ഉസ്താദിൻ്റെ ഭാര്യനെ പറ്റി ഉമ്മ എന്ന് പറയുന്ന നൂറുകണക്കിന് സംഭവങ്ങൾ എനിക്കറിയാം. ഞങ്ങളടക്കം എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അവിടെ പ്രശ്നം ഞാൻ സമർപ്പണത്തിനാവുന്നത്. സമർപ്പണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹബീബായ നബിക്ക് ഞാൻ സമർപ്പിച്ചു. പിന്നെ അവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? റബ്ബിൻ്റെ ചെയ്തിയാണ്. ഖദാഅ അംലാക്കി, മലക്കുകളുടെ ഉടമക്കാരനായ റബ്ബിൻ്റെ വിധിയാണ് എൻ്റെ വിധി. എനിക്കതിന് കഴിയും എന്നർത്ഥം. അത് അത്രയും സമർപ്പിച്ചിട്ടുണ്ട് മുഹമ്മദിയത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ദീനും. മുഹമ്മദിയത്തിൽ സമർപ്പിക്കലാണ് ദീന്. അതാണ് ദീൻ. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അതിൻ്റെ ബാക്കിയൊക്കെ മുഴുവനും പുറത്തുള്ള നാട്യങ്ങൾ മാത്രമാണ്. പുറത്തുള്ള നാട്യങ്ങൾ, ആ നാട്യം കൊണ്ട് രക്ഷപ്പെടില്ല. നിസ്കാരം ഒരു നാട്യമാണ്, രക്ഷപ്പെടില്ല. സമർപ്പിച്ച നിസ്കാരം പൊന്നാണ്, തങ്കാണ്. സമർപ്പിക്കാത്ത നിസ്കാരം മുനാഫിക്ക് നിസ്കാരമാണ്. സമർപ്പിച്ചവൻ്റെ നോമ്പ് യഥാർത്ഥ നോമ്പാണ്. സമർപ്പിക്കാത്തവൻ്റെ, ആർക്ക് സമർപ്പിച്ചവൻ? റസൂലിന് സമർപ്പിച്ചവൻ. റസൂലിന് ആരാ സമർപ്പിക്കുക? അള്ളാഹുവിനെ സമർപ്പിച്ചവനെ റസൂലിന് സമർപ്പിക്കാൻ കഴിയുള്ളൂ. അള്ളാഹിൻ്റെ മുതലാണ് റസൂൽ. അള്ളാഹിൻ്റെ സ്വന്തം മുതലാണ് റസൂൽ. മുജ്ബിറായ വലിയനെ സംബന്ധിച്ചിടത്തോളം ആ വലിയനെ ആണ് അധികാരം, പെണ്ണിനല്ല. ബാപ്പ ഇഷ്ടപ്പെട്ടവന് മാത്രമേ ഓളെ കിട്ടുള്ളൂ. അത് സയ്യിബായ പെണ്ണല്ല, ബിക്രായ പെണ്ണാണ്. കന്യകയായ പെണ്ണും കന്യകത്വം നഷ്ടപ്പെട്ട പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്. കന്യകയായ പെണ്ണിന് അധികാരമില്ല, അധികാരം ബാപ്പാക്കാണ്. ഓള അധികാരമില്ല എന്ന് പറഞ്ഞാൽ അവളും സമ്മതത്തെ പോലും പരിഗണിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. പക്ഷെ സമ്മതം നോക്കൽ നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. ബാപ്പ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. എന്നാലും ബാപ്പാക്കാണ് അധികാരം. അതേ സമയത്ത് സയ്യിബായ പെണ്ണ്, കന്യക അല്ലാത്ത പെണ്ണിന് ബാപ്പയാണ് വലിയെങ്കിൽ പോലും അവളുടെ സമ്മതം പ്രധാനമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പൂർണ്ണാധികാരം, അങ്ങനത്തെ ആളാണ്. അപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ മാത്രമേ നബിയെ പ്രണയിക്കുള്ളൂ. അവിടെ പകുതി സമ്മതം പോലും ഇല്ല. ഇവിടെ ഒരു പകുതി സമ്മതം ഓളോടും ചോദിക്കും, അതില്ല. അത് വിക്റാണ്. അള്ളാഹു സമ്മതിച്ചവരെ റസൂലുള്ളാഹിനെ പ്രേമിക്കുള്ളൂ. അപ്പോൾ ഒരാൾ റസൂലുള്ളാഹിനെ പ്രേമിക്കുന്നുണ്ടെന്ന് കണ്ടാൽ അയാൾ വിജയിച്ചു. അതിനൊന്നും നോക്കേണ്ടതേ ഇല്ല. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അതാണ് അങ്ങനെ ഒരാളെ പ്രേമിക്കണമെങ്കിൽ ആ മനുഷ്യൻ നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല. അതന്നെയാണ് നവാഫിൽ. താടി ഒരു നാഫിലത്താകണമെങ്കിൽ, മനസ്സിലായി, താടി ഒരു നാഫിലത്താണെങ്കിൽ ഇവൻ ആരിൽ സമർപ്പിക്കണം? റസൂലിൽ സമർപ്പിക്കണം. ഇല്ലെങ്കിൽ അത് താടി മാത്രമാണ്, അത് സുന്നത്തല്ല. അവൻ മുഹമ്മദിയത്തിനെ തഅലീം ചെയ്യണം. ഇന്ന് വലിയൊരു ശതമാനം ആളുകൾ മുഹമ്മദിയത്തിനെ തഅലീം ചെയ്യുന്നില്ല. മുഹമ്മദിയത്തിൻ്റെ വലിപ്പത്തിനോ മനസ്സിലാക്കണില്ല. അപ്പം താടി മാത്രമാണത്, ആ താടിക്കുള്ളുണ്ടാവില്ല. നിസ്കാരം വരെ നരകത്തിലേക്ക് തള്ളുമെങ്കിൽ എന്ത് താടിയാണ്? ഫവൈലുൽ ലിൽ മുസല്ലീൻ. വളരെ 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 ചിന്തിക്കണം. ഇന്നിപ്പോൾ താടിമലാണ് മനുഷ്യന്മാർ എല്ലാ കളിയും കിടക്കുന്നത്. ഞാനിപ്പോൾ പറയുന്നില്ല, വിശദീകരിച്ച് പിന്നീട് പറയും. വളരെ ചിന്തിക്കണം. താടിയും തലയെക്കെട്ടും അവിടെയൊക്കെയാണ് അതൊക്കെ മനുഷ്യൻ്റെ ചിത്ര. ഇന്നലെ ഒരാൾ ഈ ഓഫീസിൽ വന്നു, എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ മിനിഞ്ഞാന്ന് ഒരു ഡോക്ടറെ അടുത്ത് പോയിരുന്നു, ക്രിസ്ത്യാനിയായ ഡോക്ടർ. അപ്പോൾ എന്നെ പരിശോധിച്ച് സംസാരിക്കുമ്പോൾ അയാൾ തലയെക്കെട്ടൊക്കെ ഉള്ള ഒരു മൂല്യരാണെന്നല്ല ഇതിനോട് ഈ ദാറുൽ ഖുർആന്റെ ഓഫീസിൽ ഇന്നലെ വന്ന് കളവ് പറയാൻ ഒരു സാധ്യതയുമില്ലാത്ത സ്വാലിഹായ ഒരു മനുഷ്യനോട് പറഞ്ഞൊരു സംഭവം. കളവ് പറയില്ല, പ്രത്യേകിച്ച് അതൊന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ല. അയാൾ അങ്ങനെ കളവ് പറയില്ല, സ്വാലിഹ മനുഷ്യനാണ്. ആ മനുഷ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ മിനിഞ്ഞാന്ന് എൻ്റെ ഒരു ആവശ്യത്തിന് ഒരു ഡോക്ടർ പോയി കണ്ടു. ആ ഡോക്ടർ ക്രിസ്ത്യാനിയായ ഡോക്ടർ. അപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു, സംസാര മധ്യേ ഇങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ കൂടി, പേഷ്യൻ്റ് ഇല്ലാത്തൊരു സമയമായതുകൊണ്ട് ഇങ്ങനെ 1-2 ആൾക്കാർ സംസാരിച്ചു.
അപ്പൊ സംസാരം മധ്യേ അയാൾ പറഞ്ഞു, എൻ്റെ അയൽവാസി 5 നേരത്തും നിസ്കരിക്കുന്ന ഒരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ നിരീശ്വരവാദിയായി. ഈ ആളെ നിങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കണം, ഞാൻ ഹാജരാക്കാം. അല്ലാഹുമ്മ ഷഹദ്. ഈ ആളെ, ഈ പേഷ്യന്റിനെ നിങ്ങളെ മുന്നിൽ ഹാജരാക്കണമെങ്കിൽ ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ്. ഈ കോഴിക്കോട് ജില്ലയിൽ ഒരു ക്രിസ്ത്യാനിയായ ഡോക്ടറെ അടുത്ത് ഞാൻ പോയി. ഇയാൾ പറയാം, ആ ഡോക്ടർ ഇയാളോട് പറയാണ്, എന്ത്, എൻ്റെ അയൽവാസി 5 വഖത്ത് നിസ്കരിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിം ആയതുകൊണ്ട്, ബാങ്ക് കൊടുക്കുമ്പോഴത്തിന് പള്ളിയിലേക്ക് ഓടുന്ന മുസ്ലിം ആയതുകൊണ്ട് ഞാൻ ക്രിസ്തുമതം ഉപേക്ഷിച്ച് മുസ്ലിമായി. ആ ക്രിസ്തുമതം ഉപേക്ഷിച്ച് നിരീശ്വരവാദി. കാരണം അയാളെപ്പോലെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന, സൽസ്വഭാവമില്ലാത്ത ചീത്ത സ്വഭാവിയായ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ആയുസ് കണ്ടിട്ടില്ല. എന്താണ് എൻ്റെ താടി, എന്താണ് എൻ്റെ തലയെക്കെട്ട്, എന്താണ് നിസ്കാരം? എടാ, ആണുങ്ങളുണ്ടോ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ? ആണുങ്ങൾ. ഈ ഡോക്ടർ ഒന്ന് കോഴിക്കോട് ജില്ലയിലുണ്ട്. എന്താ ഡോക്ടർ പറഞ്ഞത്? 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമാണ് എൻ്റെ അയൽവാസി എന്ന കാരണത്താൽ ഞാൻ ക്രിസ്തുമതം പോലും ഉപേക്ഷിച്ച് നിരീശ്വരവാദി. മതം മൊത്തം ഇങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം അയാളെപ്പോലെ ചീത്ത സ്വഭാവിയും മനുഷ്യനെ ഉപദ്രവിക്കുന്നതുമായ ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. ആരാ പറയണത്? ക്രിസ്ത്യാനിയ ഡോക്ടർ. ഞാൻ ഇത്ര കാലമായി ഇങ്ങോട്ട് പറഞ്ഞു. ഇപ്പൊ മൗര്യമാർക്ക് പണി താടിനെ പറ്റി കിതാബ് എഴുതുക. എടാ, ദീൻ എന്താന്ന് എഴുത്? താടിയൊക്കെ രോമാണ്, അതൊന്നല്ല ദീന്. മുഹമ്മദിയത്ത് ദീന്. മുഹമ്മദിയത്ത് എന്ന് പറഞ്ഞാൽ ഖുലുഖുൻ ഹസനാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അതാണ് മുഹമ്മദിയത്ത്. നിങ്ങൾ വലിയ നിസ്കാരക്കാരനാണ് എന്ന് ഖുർആനിലില്ല, നിങ്ങൾ നോമ്പുകാരനാണെന്ന് ഖുർആനിലില്ല, നിങ്ങൾ ഏറ്റവും വലിയ സൽസ്വഭാവിയാണെന്ന് ഖുർആനിലുണ്ട്. വയസ്സങ്കാലത്തെ ക്രിസ്ത്യാനികളെ ഒരു സംഘം അവരുടെ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ ആക്രമിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വയസ്സങ്കാലത്ത്, അപ്പോൾ 63 കിടക്കുക. ആ സമയത്ത് ആ ക്രിസ്തീയ സഹോദരങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് യുദ്ധത്തിന് പോയ ആളാണ്. 30,000 ആളുകളെയും ഉണ്ട് യുദ്ധത്തിനായത്. മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ഏതെങ്കിലും ഒരാളെ മുസ്ലിം ആക്കിയില്ല, അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്തു എന്ന് മാത്രമല്ല, അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾക്ക് കരാർ പത്രം എഴുതി തരുമോ? ഇങ്ങനെ ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളെ സമുദായം ഇടപെടും. ലോകാവസാനം വരെയുള്ള സമുദായത്തിന്, മുസ്ലിമീങ്ങൾക്ക്, തബൂക്കിലെ ക്രിസ്ത്യാനികൾക്കോ അതുപോലെയുള്ള ക്രിസ്ത്യാനികൾക്കോ എന്താപത്ത് വന്നാലും അവരെ രക്ഷിക്കാനും അവരുടെ ചർച്ചിനെയും അവരുടെ അടയാളങ്ങളെയും നിലനിർത്തലും നിർബന്ധമാണ്. മുഹമ്മദ് മുസ്തഫ എഴുതി. അതാണ് തബൂക്ക്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ല. തബൂക്കിൽ യുദ്ധം ഉണ്ടായിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലെത്തിയപ്പോഴത്തേന് ശത്രുക്കൾ പറഞ്ഞു. ശത്രുക്കൾ ആരാ? ക്രിസ്ത്യാനികൾ. സംരക്ഷിക്കാൻ പോയത് ആരെയാ? ക്രിസ്ത്യാനികൾ. എന്നാൽ ഒരാളെ മുസ്ലിം ആക്കിയില്ല. എന്താണത്? ഒരു കഷ്ടപ്പെട്ടവനെ കഷ്ടപ്പെടുത്താൻ പാടില്ല, ആരുമില്ലാത്തവനെ തല്ലാൻ പാടില്ല, കയ്യൂക്കില്ലാത്തവനെ കയ്യൂക്കുള്ളവൻ തല്ലാൻ പാടില്ല. ഇതാണ് മുഹമ്മദിയത്ത്. ഇനി നമുക്ക് എന്ത് കമ്മിയുള്ളത്? എല്ലാവർക്കും കൊണ്ട് താടിയും തലയൊക്കെ ഇട്ട്. താടിയെപ്പറ്റി പുസ്തകം എഴുതിയ ഒരാൾ, ആ പുസ്തകം എഴുതിയ ആൾ എന്നെ പുസ്തകിക്കുന്നു. നിങ്ങളൊന്ന് അഭിപ്രായം പറയും. ഞാൻ അഭിപ്രായം പറഞ്ഞാൽ കുറച്ച് കൂടും. നിങ്ങൾ എഴുതിയ താടിയെ പറ്റിയല്ല, നീതിയെ പറ്റിയാണ്, ധർമ്മത്തിനെ പറ്റിയാണ്. നീതിയെപ്പറ്റി പുസ്തകം എഴുതിയ തലവാക്കിണ്ടാവില്ല. താടി ഒരു ചിത്രം മാത്രമാണ്. ഞാനൊന്നും നിങ്ങളോട് പറയില്ല. കാരണം കൽബ് ചത്തുപോയ വിഡ്ഢികളോട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമല്ല. കൽബ് ചത്തുപോയ വിഡ്ഢികളാണ്. ആ വിഡ്ഢികളോട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമല്ല. മുഹമ്മദിയത്ത് എന്താണെന്ന് മനസ്സിലാക്കണം. ആ മുഹമ്മദിയത്തിൽ ഒരാൾ സമർപ്പിച്ചാൽ അയാൾക്ക് നടക്കാത്തൊരു കാര്യമല്ല. അയാളുടെ വിധി റബ്ബിൻ്റെ വിധിയായിരിക്കും. കാരണം അയാൾ കാണുന്ന കണ്ണ് റബ്ബിൻ്റെതായിരിക്കും, അയാൾ കേൾക്കുന്ന ചെവി റബ്ബിൻ്റെതായിരിക്കും, അയാൾ നടക്കുന്ന കാര്യം റബ്ബിൻ്റെതായിരിക്കും, അയാൾ പിടിക്കുന്ന കൈ റബ്ബിൻ്റെതായിരിക്കും. അതാണ് പറഞ്ഞതിനർത്ഥം. മനസ്സിലായില്ല കുട്ടികളെ? അതാണ് അതിനർത്ഥം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ കാണുന്ന ഒക്കെ എല്ലാം മനസ്സിലാക്കി. നിങ്ങൾ ഈ സുന്നത്ത് പറഞ്ഞ് സുന്നത്തിനെ പഠിക്കുക. നിങ്ങൾ സുന്നത്ത് എടുത്താൽ മതി. സുന്നത്തിനെ പഠിക്കണം. എന്താ സുന്നത്ത്? സുന്നത്ത് എന്നാൽ മുഹമ്മദിൽ വീണു പോകലാണ്. മുഹമ്മദ് മുസ്തഫയിൽ ഫന ആകലാണ്. അതിനാണ് സുന്നത്ത് അറിയാം. അതാണ് സുന്നത്ത്. മുസ്തഫ നബി ചെയ്തേ ചെയ്യാം. അപ്പൊ മുസ്തഫ നബിന്റെ ശഖ്സിയത്തിനെ വലുതാക്കണം. അതാണ് അല്ലാഹു. മനസ്സിലായാലും
ളുഹ്ർ അള്ളാഹു നമ്മളെ മേൽ വാജിബാക്കിയതാണ്, ഫർളാക്കിയതാണ്. അതേ സമയത്ത് അതിന് ഉദുവും, എന്നാൽ അതിനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം മുസ്തഫ നബി ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാണ്. മുസ്തഫ നബി ഇരിക്കുമ്പോൾ ഇരിക്കുകയാണ്. മുസ്തഫ നബിക്ക് ഇങ്ങനെ ഇരിക്കൽ ഇഷ്ടമല്ല. നമ്മൾ കുഴഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇടങ്ങാറാവും. അതേ സമയത്ത് നമ്മുടെ ശരീരം അങ്ങനെ ഇരിക്കാനാ തേട്. ഞാൻ എപ്പോഴെങ്കിലും അപ്പം തന്നെ പേടിയും ബേജാറാവും. എൻ്റെ ഹബീബ് ചെയ്തതിനെതിരെ എന്നാൽ എല്ലാം കൂടി ചെയ്യാൻ കഴിയില്ല. എന്നാലും ഹബീബ് കൽബിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമില്ല. ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാൻ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല. ഏത് ഇടത് ഭാഗത്തേക്ക് കൈകുത്തി ഇരിക്കാൻ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല. വലത്തേക്ക് ആരാം, ബേക്കൊക്കെ ആരാം, മുന്നിലേക്ക് ആരാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ന് നടപ്പിലാക്കുന്ന സുന്നത്താണ്. എൻ്റെ ഹബീബിനെ ഇഷ്ടമില്ല, അപ്പം ഞാൻ ചെയ്യില്ല. എന്നാലും നമ്മളെ ശരീരം അത് തേടും. ചില സമയത്ത് അങ്ങോട്ട് കുഴങ്ങിപ്പോവും. എന്നാലും ഞാൻ പേടിയോണ്ട് ചെയ്യും. അപ്പോൾ ഇതിന് ചില മനസ്സിൽ ഓർമ്മ വന്ന് അപ്പോൾ ബാഗ് എടുക്കും. പേടിയാണ്. എൻ്റെ ഹബീബിന് ഇഷ്ടമില്ലാത്തത് അത് അതിൽ അത്രയും വലിയൊരു നന്മയിരിക്കുക പറഞ്ഞ്. എനിക്കറിയില്ല എന്താണത്. ഇടഭാഗത്തേക്ക് റസൂലുള്ളാഹി ചാരില്ല, അങ്ങനെ റസൂലുള്ളാഹി ഇരിക്കില്ല. ഒരിക്കലും ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ രീതി. ഒന്നമ്മ പിടിച്ചാളി, ഒരൊറ്റ ഒന്നും വരാൻ പിടിച്ചാളി. ഒന്ന് എന്ത് അതിന് കാരണം എന്താ? കാരണം എനിക്കറിയേണ്ട ആവശ്യമില്ല. എൻ്റെ ഹബീബ് അങ്ങനെയാണ്. എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്. എൻ്റെ കൈ പിടിക്കേണ്ട ആൾ അങ്ങനെയാണ്. അതിന് ഞാൻ അപ്പുറം നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ആ ഹബീബിൻ്റെ അവിടേക്ക് നമ്മൾ ഓടിയാലെത്തൂല. നമുക്ക് ഹബീബിലാണ് നമ്മൾ സമർപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഞാൻ എൻ്റെ പ്രേമം. അപ്പം അതാണ് ഈ പ്രേമം. റസൂലുള്ളാഹിന്റെ പ്രേമമാണ്. റസൂലുള്ളാഹിനെ ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാർ റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഭാര്യമാർ ഇഷ്ടമാണ്. ആരും ഇഷ്ടപ്പെടും പോലല്ല, അത് വേറെ ആരും ഇഷ്ടപ്പെടും പോലെയല്ല. റസൂലുള്ളാഹിന്റെ ഇഷ്ടമാണ് ഭാര്യമാർ, അപ്പം നമുക്കൊരു ഇഷ്ടമാണ്. കുട്ടികളെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്, അപ്പം നമുക്ക് ഇഷ്ടമാണ്. ഒരാൾക്ക് ഭക്ഷിപ്പിക്കാൻ റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്, അപ്പം നമുക്ക് ഇഷ്ടമാണ്. ഇല്ല, ഒന്നും കുഴപ്പമില്ല. ഈ എത്താൻ പ്രശ്നം ഇടഭാഗത്തേക്ക് ചാരിയ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല, അത് ചെയ്യരുത്. റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല. കാരണം യക്റഹു നബി അല്ലാഹു റസൂലിന് ഇഷ്ടമില്ല. എന്താണ് കാരണം? ഒരു കാരണം ഉണ്ടാവും. ഫിസിക്കലി ആ കാരണങ്ങളൊക്കെ നമ്മൾ കണ്ടെത്താൻ ചിലപ്പോൾ ശാസ്ത്രത്തിൽ കണ്ടെത്തിയിട്ടുണ്ടാവും. അന്ന് നമുക്ക് ആവശ്യമില്ല. ഞാൻ ശാസ്ത്രകാരൻ പറയുകയാണ് നിങ്ങൾ അങ്ങനെ ഇരുന്നോളിയാണ്, നമ്മൾ ഇരിക്കൂല. നമ്മളെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല, അപ്പം നമ്മൾക്ക് ഇഷ്ടമില്ല. കയ്യത്തിന് ആവശ്യം ഇടഭാഗത്തേക്ക് കയ്യത്തിരിക്കരുത്. അതാണ് റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ ഇപ്പം തന്നെ തീരുമാനിച്ചാൽ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല. അവാടിയിരിക്കണം. വലഭാഗത്തേക്ക് എത്തിക്കളി, അല്ലെങ്കിൽ ഇങ്ങനെ എത്തിക്കളി, അല്ലെങ്കിൽ ഇങ്ങനെ എത്തിക്കളി. റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല, അപ്പം അങ്ങനെ ചെയ്യണ്ട. ഒന്നെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അവിടെയൊക്കെ എന്താ റസൂലുള്ളാഹി നമ്മൾ ഈ ഇരുത്തം പരിചയപ്പെട്ടാൽ പോരാ. അതൊരു നാട്യാണ്. അത് പരിചയപ്പെട്ടാൽ പോരാ. ആദ്യം റസൂലുള്ളാഹിന്റെ ശഖ്സിയത്തിന്റെ അളമത്തിനെ പരിചയപ്പെടും. അല്ലാഹുവിന്റെ റസൂലിനപ്പുറം എനിക്കൊന്നുമില്ല. അതിനെതിരെ ചെയ്യുമ്പോൾ പോലും നമ്മളതിനെ തഅലീം ചെയ്യാം. ഒരു വ്യക്തി റസൂലുള്ളാഹിന്റെ സുന്നത്ത് എടുത്തു, പക്ഷെ റസൂലുള്ളാഹിയൊക്കെ വലിയ ആളല്ല. അയാൾ റസൂലുള്ളാഹിൽ ലയിക്കാൻ തയ്യാറില്ല. രണ്ടാമത്തെ ഒരു വ്യക്തി ആ സുന്നത്ത് എടുക്കുന്നില്ല, പക്ഷെ അയാൾക്ക് അത് എടുക്കാത്തത് അയാളുടെ ശാരീരികമായ ഖുസൂർ കൊണ്ടാണ്, അല്ലെങ്കിൽ എന്തോ കാരണം. പക്ഷെ അയാളെടുക്കൽ റസൂലുള്ളാഹി വലിയ ആളാണ്. ഇത് എടുക്കാതിരിക്കുമ്പോൾ അയാളെ മനസ്സിലെന്ത് ചിന്ത ഉണ്ട്, എന്തുണ്ട്? പക്ഷേ എൻ്റെ റസൂലുള്ളാഹി ചെയ്ത് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. എൻ്റെ റസൂലുള്ളാഹി അതായത് സ്വർഗ്ഗമല്ല അയാളുടെ ലക്ഷ്യം. റസൂലുള്ളാഹി ചെയ്തത് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്വർഗ്ഗമല്ല അയാളുടെ ലക്ഷ്യം. അയാളുടെ ലക്ഷ്യം റസൂലുള്ളാഹിയാണ്. അപ്പം അത് ചെയ്യാതിരിക്കുമ്പോഴും മനസ്സിൽ ആരാളുള്ളത്? റസൂലുള്ളാഹി. പക്ഷേ എൻ്റെ ഹബീബ് ചെയ്ത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു സ്ത്രീയെ പറ്റി, ആ സ്ത്രീ കാരണം ഭർത്താവ് നന്നായി. അപ്പം ആ സ്ത്രീ നന്നായി റസൂലുള്ളാഹിനെ ഇഷ്ടം. അപ്പം അവരെ പരിചയമുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിൽപ്പെട്ട സ്ത്രീ ഭയങ്കര ആബിദത്ത്, സ്വാലിഹത്താണ്. ആബിദത്ത് എന്ന് പറഞ്ഞാൽ സ്വാലിഹത്താണ്. ഒന്ന് മുഹിബ്ബത്താണ്. ആരുടെ? റസൂലുള്ളാഹിന്റെ മുഹിബ്ബത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഭർത്താവിന് അങ്ങനത്തെ കണക്കൊന്നുമില്ല, നാടനാണ്. പിന്നെ ഈ സ്ത്രീ എന്ത് ചെയ്തു? മെല്ലെ 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 പൊക്കിക്കൊണ്ടുവന്നു.
കക്കൂസിലേക്ക് ടോയ്ലറ്റ് പോകണം എന്ന് പറഞ്ഞാൽ ഒപ്പം നടക്കും. എന്നിട്ട് അവിടെ എത്താൻ നേരത്ത് ഓർമ്മപ്പെടുത്തി കൊടുക്കും, ഇടത്തേക്കാലിട്ടോ എന്ന് പറയും. എന്നിട്ട് ഇടത്തേക്കാല് വാതിൽ തുറന്ന് ഇടത്തേക്കാല് മുന്നിൽ എടുത്തു വെച്ചാലേ ഈ സ്ത്രീ അവിടുന്ന് പോരുള്ളൂ. പിന്നെ അപ്പം തന്നെ ഓർമ്മപ്പെടുത്തും, ഇനി തിരിച്ചു വരുമ്പോൾ എന്ത് മുന്തിക്കണം കേട്ടോ, വലത്തേക്കാല്. എന്നിട്ട് സോഫയിൽ ഇരിക്കുമ്പോൾ നോക്കിയിരിക്കുക ഭർത്താവ് വരാൻ. എന്നിട്ട് അവിചാരിതമായി ഭർത്താവ് ഇടത്തേക്കാല് മുന്തിച്ചു പോയി. എവിടുന്ന്? ടോയ്ലറ്റിന് തിരിച്ചു. അപ്പം പഠിച്ചോനെ എൻ്റെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത ചെയ്തല്ലോ എന്ന് പറഞ്ഞ് വേദനിച്ച് ഇക്കരഞ്ഞ്. അത് അപ്പം അയാൾക്ക് അത്ഭുതമായി. ഈ പെണ്ണ് കരിയ എന്തിന് മനസ്സിലായില്ല. ടോയ്ലറ്റിന്ന് ഭർത്താവ് വലത്തേക്കാല് മുന്തിച്ചാണ് പുറത്തു വരേണ്ടത്. അതിന് പകരം ഭർത്താവ് അയാൾക്ക് ശ്രദ്ധ ഇല്ലാതെ, ജീവിതത്തിൽ ആ ശ്രദ്ധ ഇല്ലാത്ത ആളാണ്. പിന്നെ ഇടത്തേക്കാല് മുന്തിച്ചിട്ടാണ് ടോയ്ലറ്റിന് പുറത്തു വരുന്നത്. ഇത് അപ്പുറത്ത് സെറ്റിലിരുന്ന് കാണാൻ ആര്? ഭാര്യ. അപ്പോൾ പറഞ്ഞു എൻ്റെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞ് കരിഞ്ഞ്. അപ്പം അയാൾ തല പെരുത്തോയി, എന്താ ഈ പറയുന്നത്? പിന്നെ അത് മുതൽ ആ ശ്രദ്ധ അയാളിലായി. പിന്നെ അയാൾ ഏറ്റവും സ്വാലിഹായ മനുഷ്യനായി. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ നിങ്ങളത് ചിന്തിക്കി. അപ്പം ഈ മനുഷ്യൻ ഒന്നല്ലാത്ത ഈ ഭർത്താവ് ഏറ്റവും നല്ലോനായി. കാരണം ഭാര്യക്ക് സ്വർഗമല്ല വേണ്ടത്, ആരെയാണ്? റസൂലുള്ളാഹിനെയാണ് വേണ്ടത്. സ്വർഗം വേണ്ടെന്നല്ല, സ്വർഗം റബ്ബിനെ താല് ആർക്കും കൊടുക്കൂലേ? അള്ളാൻ്റെ ഇഷ്ടം പോലെ വാക്കിയില്ല. ഇനിയിപ്പോൾ ഉണ്ടാക്കിയ സ്വർഗത്തിനപ്പുറം ഇനിയിപ്പോൾ ഒരു 100,000 കോടി സ്വർഗം ഉണ്ടാക്കണമെങ്കിൽ കുംഫയക്കും പറഞ്ഞ പോലെ അള്ളാഹുത്തആലക്ക് കുൻ. ഇത് പ്രശ്നം. ഈ ദുനിയാവിൽ ജനിച്ച മനുഷ്യന്മാരെ മുഴുവൻ സ്വർഗത്തിലാക്കാൻ റബ്ബിന് കഴിയൂലേ? എന്ത് പ്രശ്നമുള്ളത് അവർക്ക്? നമ്മളെ പ്രശ്നം റബ്ബ് നമുക്ക് സമർപ്പിക്കാൻ വേണ്ടി അയച്ചു തന്ന വ്യക്തിയാണ്, അത് ഹബീബായ നബിയാണ്. അപ്പൊ അങ്ങനെ ഒരാളായാലോ? അങ്ങനെ അയാൾക്ക് നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്. എല്ലാം ഞാൻ മാസത്തിലൊരിക്കൽ തമീമുൽ അൻസാരി തങ്ങൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പാറപ്പള്ളിയിൽ പോകും. അപ്പോൾ ഒരു അഭിപ്രായം തമീമുൽ അൻസാരി അല്ല, 75% അഭിപ്രായം തമീമുൽ അൻസാരി തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതാരായാലും പ്രശ്നമില്ല. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം തമീമുൽ അൻസാരിയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ്. അങ്ങനെ അഭിപ്രായപ്പെട്ട നല്ല നല്ല മഹാന്മാരുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ്. നീ തമീമുൽ അൻസാരി അല്ല അവിടെ കിടക്കണമെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് ആരെയാണ്? തമീമുൽ അൻസാരി. എന്താ തമീമുൽ അൻസാരി ഉദ്ദേശിക്കാനും? മുസ്തഫ നബിയുടെ സ്വഹാബിയാണ്, ബദറിൽ പങ്കെടുത്ത ആളാണ്, എൻ്റെ റസൂലുള്ളാഹിനെ ആരും സഹായിക്കാനില്ലാത്ത കാലത്ത് സഹായിച്ച ആളാണ്. അത്രയും എനിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആ ബോംബെ ഹോട്ടലിൻ്റെ പള്ളി അപ്പുറത്ത് മസ്ജിദ് സ്വഹാബ എന്നൊരു പള്ളിയുണ്ട്. അവിടെ പ്രധാനപ്പെട്ട അഭിപ്രായം മൂന്ന് ബദറിൽ പങ്കെടുത്ത സ്വഹാബിമാർ അവിടെ കിടക്കുന്നുണ്ട്. ബീച്ചിൽ കണ്ടിട്ടില്ലേ? പോയിട്ടില്ലേ? അവിടെ ബീച്ചിൽ മസ്ജിദ് സ്വഹാബ. മനസ്സിലാവുകൊണ്ട് പറഞ്ഞു നേരെ ഇങ്ങനെ വന്നാൽ മതി. മസ്ജിദ് സ്വഹാബ എന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഓരത്ത് ഒരു മക്ബറുണ്ട്. ആ മക്ബറയിൽ മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അവിടെ കിടക്കുന്ന 3 ആളുകളാണ്. ഒന്ന് റാഫിഅ, റിഫാഅ, ഖതാദ, 3 ആളുകൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. കോഴിക്കോട് ബോംബെ ഹോട്ടൽ നേരെ ബാക്കിൽ ആ വഴിക്കുള്ള വന്നാൽ അങ്ങനെ വന്നാൽ ഒരു മസ്ജിദ് സ്വഹാബ. ആ പള്ളിയിൽ പോയിട്ടില്ല. റാഫിഅ, റിഫാഅ, ഖതാദ 3 സ്വഹാബികൾ ബദറിൽ പങ്കെടുത്ത ആളുകളാണ്. ഞാനവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഉസ്താദ് എ പി അബൂബക്കർ മുസ്ലിയാരുടെ കീഴിലാണ് ആ പള്ളിയുള്ളത്. ഞാനവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അവിടെ എന്തിനാണ് പോകുന്നത്? ഒരാൾ അഭിപ്രായപ്പെട്ടു അതല്ല, നമ്മൾ ദിശ വരെയാണ്. ചരിത്രത്തിൽ മാന്തിയിട്ട് യഥാർത്ഥം സ്ഥാപിക്കാൻ നമുക്ക് കഴിയില്ല. മനസ്സിലാണ്ടോ? അങ്ങനെ അഭിപ്രായപ്പെട്ടവരുണ്ടല്ലോ. അപ്പം നമ്മളവിടെ പോകും. അത് തന്നെയാണ്, അത് മതി. ഖബറിൻ്റെ ഉള്ളിൽ കിടക്കണം നമുക്ക് യഖീനല്ല. പിന്നെ ആ സ്ഥാനത്തേക്ക് നമ്മൾ എത്തണം. ഖബർ കിടക്കണോളെ ഖബറകത്തുനിന്ന് സലാമിനെ കേട്ടാരെ ഖബറകത്തുള്ളവരോട് മുളിന്തോവർ. അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എത്തണമെങ്കിൽ ഇതൊക്കെ നടത്തണം. ഇനിയിപ്പോൾ അവിടേക്കാണ് എത്തട്ടെ, ആയിക്കോട്ടെ, എത്തണമെങ്കിൽ ഇതൊക്കെ നടത്തിയാലേ എത്തുള്ളൂ. ഖബറകത്തുനിന്ന് സലാമിനെ കേട്ടാരെ ഖബറകത്തുള്ളവരോട് മുളിന്തോവർ. മൊയ്തിമാലെ
അപ്പോൾ അവർക്ക് നമ്മൾ തരില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ അങ്ങനെയാണ്. ആയിക്കോട്ടെ, എനിക്കത് മതി, ഞാൻ റസൂലുള്ളാഹിനെ എനിക്കിഷ്ടം. ഞാൻ ഈ പരിപാടി എന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ പരിപാടി ക്ഷണിച്ചു. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയുടെ മജ്‌ലിസിൽ വരണം, 113 നിങ്ങൾക്ക് വേണ്ടി ബദീലായി നിങ്ങൾക്കൊരു ആയിട്ട് പകരമായിട്ടാണ് ഞാനിത് ചെയ്യണത്. എൻ്റെ റബ്ബിനെ പരിചയപ്പെടുത്താൻ ഞങ്ങൾ പരിചയപ്പെടുത്തിയതുകൊണ്ട് അതിന് പകരക്കാരനായി ഇന്നത്തെ ഒരു കാലത്ത് ദുർബലനായി അർഹതല്ലെങ്കിൽ ഞാനത് ചെയ്യാണ് എന്ന് പറഞ്ഞു. പിന്നെ നേരെ പോയത് ബഹുമാനപ്പെട്ട തമീമുൽ അൻസാരി തങ്ങളെ കാണാൻ. തമീമുൽ അൻസാരി തങ്ങളെ കണ്ടു, അവരെ വിളിച്ചു, നമ്മൾ പരിപാടിക്ക് വരണം. അങ്ങനെ എന്തിനാ അതൊക്കെ ചെയ്യണത്? വേറെയുള്ളവർ പറഞ്ഞാൽ അതൊക്കെ ഒരു പൊട്ടത്തരാണ്, ഭ്രാന്ത് പറയണം. നമുക്കിത് ഭ്രാന്തല്ല, അല്ലെങ്കിൽ ഈമാൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭ്രാന്തല്ലേ. നമ്മളതെന്താണ്? അത് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സ്വഹാബിയാണ്, നമുക്കത് ആവശ്യമാണ്, ഓരെ മതി. എന്താ കാരണം? ഒരു നമ്മളൊരു ബന്ധമല്ല, റസൂലുള്ളാഹിന്റെ ബന്ധം. അവർ മുസ്തഫ നബിയിൽ സമർപ്പിച്ചു. അപ്പം നമുക്കൊരു വലിയ ആളുകളാണ്. മുസ്തഫ നബിയിൽ സമർപ്പിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ് ഓതുന്നതിനിടയിൽ സാലിം വന്ന് എന്തോ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ലാ ഉകല്ലിമുക അബദാ, ഒരു കാലത്തും ഞാൻ നിന്നോട് വർത്താനം പറയില്ല. എന്നെ നമ്മൾ തമ്മിൽ തെറ്റി, നമ്മൾ തമ്മിൽ ബന്ധം എന്നാ വീഴ്വായി. ബാപ്പ മകനോട് പറയാം. ആരാ ബാപ്പ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അഷ്ഹറു ഫുഖഹാഇ സ്വഹാബ വ മുത്തബിഉ സുന്നത്താണ്. സാലിം വന്നൊരു വർത്താനം പറഞ്ഞപ്പോഴത്തിന് പറഞ്ഞു, എന്ത്? ലാ ഉകല്ലിമുക അബദാ, എന്നോട് ഞാൻ ഒരു കാലത്തും മിണ്ടൂല. ഖതഅത ഹദീസ് റസൂലില്ല, ഞാനൊരു ഹദീസ് ഓതുമ്പോൾ അത് മുറിച്ചില്ലേ, ഇനി വർത്താനല്ലേ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വന്ന് വർത്താനം പറഞ്ഞു. ആര്? സാലിം. ഇതാര് ചെയ്ത? നിങ്ങൾ ഇത് ആരെപ്പോലെ വിചാരിക്കുന്നത്? ഇതൊരു ആൾ ചെയ്താൽ അവരിൽ ആരെ തുടർന്നാലും നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടും എന്ന് പറഞ്ഞില്ലേ? ഇതാരാണ്? സ്വഹാബിയല്ലേ? ആരാ സ്വഹാബി? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആര്? ഉമർ ഇബ്നുൽ ഖത്താബിനെക്കാളും വലിയ പണ്ഡിതൻ, ബാപ്പാനെക്കാളും വലിയ പണ്ഡിതനാണ് ഈ മകൻ. ഒരു ജനതയിൽ ഒരു കാര്യത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ ഒരു തർക്കം വന്നാൽ പിന്നീട് അവർ പരിശോധിക്കുന്ന ചില ആളുകളുണ്ട്. ആ കാര്യം നടക്കുമ്പോൾ അവിടെ ഇന്നാളുണ്ടായിരുന്നോ, ഉണ്ടായിരുന്നു, അവരിൽ ഒരാളുണ്ടായിരുന്നു, അവർ എതിർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് സ്വഹാബികൾക്ക് ഒരു തർക്കം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവരത്രയും അംഗീകരിക്കപ്പെട്ട ആളുകളായിരിക്കും. അതിൽപ്പെട്ട ആളായി ഇബ്നു ഉമർ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാര്യം നടത്തി. അന്ന് നിങ്ങളെ കൂട്ടത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉണ്ടായിരുന്നോ? ഇല്ല. മുആദ് ഇബ്നു ജബൽ ഉണ്ടായിരുന്നോ? ഇല്ല. ഇബ്നു ഉമർ ഇബ്നു ഉമർ ഉണ്ടായിരുന്നു. മതി എന്നാ ഞാൻ പ്രശ്നമാക്കണ്ട. അങ്ങനത്തെ ആളാണ് ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് മകനെ ലാ ഉകല്ലിമുക അബദൻ. ഈ മകൻ ഒരു കുരുത്തക്കേടും കാട്ടിയിട്ടില്ല. ഈ മകൻ മുഅ്തസിലിയാണോ? അല്ല. ഖദരിയാണോ? അല്ല. അക്കാലത്ത് മുബത്തദിയാണോ? അതൊന്നും അല്ല. പകരം എന്തായി? ബാപ്പ ഹദീസ് ഓതിക്കൊണ്ടിരിക്കവേ ഇടേക്കേറി വർത്താനം പറഞ്ഞു. ഇടേക്കേറി വർത്താനം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ലാ ഉകല്ലിമുക അബദൻ. മനസ്സിലാണ്? എന്തുകൊണ്ട്? അപ്പൊ നമ്മക്കൊരു ഗൗരവമാണ്. എന്തുകൊണ്ട്? ഇവിടെ മകൻ ഒന്നും ചെയ്തിട്ടില്ല, ഇടയിൽ വന്നൊരു വർത്താനം പറഞ്ഞുപോയി. മകൻ റസൂലുള്ളാഹിക്കെതിരാണോ? അല്ല. പക്ഷെ ഇടയിലൊരു വർത്താനം പറഞ്ഞുപോയി. അപ്പോൾ പറഞ്ഞു ഖതഅത ഹദീസ റസൂലില്ലാ, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് ഓതുകയാണ്. ഖതഅത ഹദീസ റസൂലില്ലാ. ഈ ഇടയിൽ വന്ന് വർത്താനം പറഞ്ഞിട്ട് ആ ഹദീസ് മുറിച്ചില്ലേ? ലാ ഉകല്ലിമുക അബദാ, ഒരു കാലത്തും ഇനി ഞാൻ നിന്നോട് മിണ്ടൂല. അതായത് 3 ദിവസം ഞാൻ ഉണ്ടെന്നല്ല. മനസ്സിലായില്ല? ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യനോട് മിണ്ടാതിരിക്കാൻ പാടില്ലല്ലോ. ഞാൻ നിന്നോട് ഒരു കാലത്തും മിണ്ടൂല. എന്തേ? ഖതഅത ഹദീസ റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ ഹദീസ് മുറിച്ചു, ഇനി വർത്താനല്ല. അപ്പൊ ആ ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ് ആർക്ക്? റസൂലുള്ളാഹിക്ക്. അതാണ് നമ്മൾ അവരിൽ ആരെ തുടർന്നാലും നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടും. ഇതൊരു തുടർച്ചയല്ലേ? ഇവിടെ റസൂലല്ലേ വലുത്. അതാണ് സമർപ്പണം. ഞാൻ വർത്താനല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ ഒരിക്കൽ
ഇബ്നു ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ ഹബീബ നബി വന്നു. ഹബീബ നബി വന്നിട്ട് അവരുടെ മുറ്റത്തൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ വീട്ടിലിരുന്നു. പിന്നെ മരണം വരെ ആ മരത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കും. ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ മരം ഉണങ്ങാൻ പാടില്ല, റസൂലുള്ളാഹിയാണ്. എന്റെ ചോട്ടിൽ ഇസ്തവല്ല ബിഹാ അന്നബിയുൽ മുസ്തഫ, അതിന്റെ തണൽ ഒരിക്കൽ റസൂൽ അനുഭവിച്ചു. അതിന് ആ തണൽ നിലക്കണം. റസൂൽ ആ തണൽ അനുഭവിച്ചിരിക്കണം, ഞാൻ നാശാൻ പാടില്ല. അതെന്താ വിചാരിച്ചു? സഹാബികളും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൂടി യാത്ര പോയപ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ തന്റെ ഒട്ടകത്തിനൊന്നും ഇങ്ങനെ കറക്കി. അപ്പൊ ആളുകൾ ചോദിച്ചു, തൽഅബിൽ ബഈർ, ഒട്ടകത്തിനെയും കൊണ്ട് കളിക്കാണോ ഇബ്നു ഉമറേ? നിങ്ങൾ ഇത്ര വലിയ മനുഷ്യനായിട്ട്? ഇല്ല, ഞാൻ കളിക്കല്ല. സാഫർതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി തങ്ങളോട് കൂടെ യാത്ര പോയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ റസൂലുള്ളാഹി ഇവിടെ വെച്ച് തൻ്റെ ഒട്ടകത്തിനെ ഒന്നിങ്ങനെ കറക്കിയിട്ട് പിന്നെ ആണ് യാത്ര തുടർന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എത്തുമ്പോഴൊക്കെ എൻ്റെ ഒട്ടകത്തിനെ ഇവിടെ കറക്കും. അതാണ് മനസ്സിലായില്ല. ഇവിടെ ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാലോ, മരുഭൂമിയിലല്ലേ പോണത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒട്ടകത്തിനെ കറക്കിയത് ഇങ്ങനെ പോണോ അങ്ങനെ പോണോ ഇങ്ങനെ പോണോ എന്നൊക്കെ ആലോചിക്കാനായിരിക്കാലോ, അങ്ങനെയും ആയിരിക്കാലോ. പക്ഷെ അതൊന്നും ഇബ്നു ഉമറിന്റെ വിഷയമല്ല. റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ തങ്ങളുടെ വിഷയം എന്താണ്? നബി അത് ചെയ്തല്ലോ, അപ്പൊ അതന്നെ. നബി ആ മരച്ചോട്ടിലിരുന്നല്ലോ, അപ്പൊ മരം വലുതാണ്. എനിക്ക് ലയിച്ചു പോയതാണ്. ആരില്? റസൂലുള്ളാഹിൽ. നിങ്ങൾക്ക് നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല. റസൂലുള്ളാഹിലേക്ക്. റസൂൽ ആരാ? അള്ളാഹുവിൻ്റെ അംബാസഡറാണ്. അള്ളാഹു ലയിക്കുന്ന ഒരാൾക്ക് റസൂലിനെ ലയിക്കാൻ കഴിയുള്ളൂ. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാൾക്ക് റസൂലിനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. റസൂലിന്റെ പോസ്റ്റ്മാനാണെന്ന് പറയുന്ന ഒരു സംഘത്തിനോട് നമുക്ക് വന്നിട്ടുണ്ടാൻ പാടില്ല. റസൂലിനെ നിസ്സാരപ്പെടുത്തുന്നവർ, ഒരു താടി ഉണ്ടാവും, തലേ ഒക്കെ ഉണ്ടാവും, റസൂൽ ഉണ്ടാവില്ല. നമുക്കൊന്നുമില്ല, പക്ഷെ റസൂലുണ്ട്. അവർക്കെല്ലാം ഉണ്ടാവും. അവർക്ക് താടി ഉണ്ടാവും, അവർക്ക് തലയൊക്കെ ഉണ്ടാവും, ഒരു സുന്നത്തും ഉണ്ടാവും, താജുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് പള്ളിയിലേക്ക് പോയാൽ ഇതൊരു ഡോക്ടർ പറയാണ്, എന്ത് ക്രിസ്ത്യാനിയായ ഡോക്ടർ പറയാൻ, എൻ്റെ അയൽവാസി ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് പള്ളിയിൽ 5 വക്ത് ഓടുന്ന മുസ്ലിമായ കാരണത്താൽ ഞാൻ നിരീശ്വരപൂജ. കാരണം അയാളെപ്പോലെ ഒരു ദുസ്വഭാവിയെ എൻ്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടില്ല. അയൽവാസികളെ ഇത്ര ഉപദ്രവിക്കുന്നൊരു മനുഷ്യൻ ആ ഏരിയയിൽ വേറില്ല. അപ്പോൾ ഞങ്ങൾക്ക് നിരീശ്വരവാദിയെ. കാരണം ദൈവം മതം എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ പറ്റിക്കലാണ്. ഇതിനൊന്നും ഒരു കാര്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. 1000 കൊല്ലം സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ഇതൊരു നിരീശ്വരവാദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേ സമയത്ത് യമാമയിൽ നിന്ന് യുദ്ധത്തിന് വന്ന സുമാമ എന്ന മനുഷ്യൻ, ബദർ യുദ്ധത്തിന് വരേണ്ട ഒരു ആവശ്യം അയാൾക്കില്ല. ഹബീബായ നബിയോട് അവിടെ ഏറ്റുമുട്ടുന്നത് ഖുറൈശാണ്. ഇയാൾ ഖുറൈശികളിൽപ്പെട്ട ആളല്ല. ഇയാൾ മക്ക നിവാസിയല്ല, മക്ക നിവാസിയുടെ ആരുമല്ല. ഇയാൾ യമാമക്കാരനായ ഒരാളാണ്. യമാമ എന്നാൽ ഇന്നത്തെ റിയാദ്. അങ്ങനെ അയാളെ ബദർ യുദ്ധത്തിൽ ഖുറൈശികൾ തോറ്റപ്പോൾ ഇയാളെയും പിടികൂടപ്പെട്ടു. അങ്ങനെ മദീന പള്ളിയുടെ മദീനയിലേക്ക് കൊണ്ടുവന്നു. അറസ്റ്റ് വരിച്ചവരെ മദീനയെ കൊണ്ടുവന്നു. അങ്ങനെ അയാളെ അറസ്റ്റിൽ ബന്ധനസ്ഥനാക്കി. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വമേധ അയാൾ വിട്ടയച്ചു. പൊയ്ക്കൊള്ളിയാർ. അപ്പോൾ അയാൾ ഞാൻ പോകില്ലാറ്. ലമ്മാ ജിഅ്തുക, ഞാൻ നിങ്ങളടുത്ത് വന്നപ്പോൾ അൻത അബ്ഗളന്നാസി ഇലയ്യ, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും കുന്ത അബ്ഗളന്നാസി ഇലയ്യ, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ദേഷ്യം നിങ്ങളാണ്. ഇന്ന് നിങ്ങൾ ഞാൻ വിടുകയാണ്. 3 ദിവസം കഴിഞ്ഞ് ഞാൻ പോവുകയാണ്. ഇന്ന് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം എനിക്ക് നിങ്ങളോടാണ്. പോകൂല, ഇനി പോകൂല. എന്ത്
ആ 3 ദിവസവും ആ മനുഷ്യനെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ ഈ മനുഷ്യനെയാണല്ലോ ഞാൻ എതിർത്ത് യുദ്ധത്തിന് വന്നത് നോർത്ത് ഈ മനുഷ്യൻ ബന്ധനത്തിൽ കിടന്ന് കരഞ്ഞു. നമുക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഇന്ന് ആ മനുഷ്യനെക്കാളും നമുക്ക് താടിൻ്റെ തലയൊക്കെ ഇട്ടുണ്ട്. നമ്മളെ കണ്ട് ജനങ്ങൾ നിരീശ്വരവാദിയാകുക. നമുക്ക് താടിമയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്ത മൂല്യന്മാരുണ്ട്. നമുക്ക് മുത്തുനബില്ല. ഒറിജിനൽ തന്തക്ക് ജനിച്ചവരുണ്ടെങ്കിൽ പെരിൻ്റെ അടുത്തേക്ക് ഇതാരാണ് ഇവിടുന്ന പറഞ്ഞത്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എവിടുക്കാണ് നമ്മളെത്തിയത്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ വളരെ പരിതാപകരം. ഈ സ്ഥാപനത്തിൽ വന്ന ഒരാഴ്ച മുമ്പ് ഒരു കച്ചവടത്തിനൊരു ഫാൻസി കടയോ മറ്റോ നടത്തുന്ന ഒരാൾ അങ്ങാടി എന്നോട് പറഞ്ഞു, ഒരു ഹിന്ദു സ്ത്രീ നമ്മളെ കച്ചവട സ്ഥാപനത്തിൽ വന്നാൽ ഒരു മര്യാദയായിരിക്കും. അവരോടൊരു അപമര്യാദയായി പെരുമാറാൻ നമുക്ക് കഴിയില്ല, തോന്നൂല്ല. അതേ സമയത്ത് ഒരു മുസ്ലിം പെണ്ണാണോ കടയിൽ കയറി വന്നെങ്കിൽ അവർക്ക് എന്ത് വൃത്തികേട് അവരെ ചെയ്താലും പ്രശ്നം ഉണ്ടാവില്ല. ഫാൻസി കടയിൽ ജോലി ചെയ്യുന്ന ഒരു ബാല്യക്കാരൻ പിന്നെ വേറെ കടയിൽ ജോലി ചെയ്യില്ല. പഠിച്ചു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവരൊക്കെ അഞ്ചാത്ത് സംസ്കരിക്കണമല്ല, അവരൊക്കെ മൊക്കനിട്ട് നടക്കണമല്ല. ദീൻ എവിടെയാണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു മനുഷ്യൻ പറയുക, ഒരു കച്ചവടക്കാരൻ പറയാണ് എന്ത്? ഒരു ഹിന്ദു സ്ത്രീ കടയിൽ കയറി വന്നാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇടപെടൂല. മര്യാദ. ഒരു പുരുഷനാണ് അതെന്ന ബോധം. അത് 90% ഹിന്ദു സ്ത്രീകൾക്കുണ്ട്. അതേ സമയത്ത് മുസ്ലിം പെണ്ണുങ്ങളിൽ 10% ആ മര്യാദ ഇല്ല. അവരെഞ്ഞ ഒരാൾ കൈ പിടിച്ച് വളർത്തി കൊടുത്താൽ അവർക്ക് പ്രശ്നമില്ല. ഒരു കൈ നീട്ടിത്തരുമ്പോളെ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നം ഒരിക്കില്ല. ഒരു എന്ത് നമ്മൾ തന്നെ അവർക്ക് കണ്ണെഴുതി കൊടുത്താലും നമ്മൾ തന്നെ അവർക്ക് വളർത്തി കൊടുത്താലും അവർക്ക് യാതൊരു പ്രശ്നമില്ല. മാല നമ്മൾ തന്നെ കെട്ടി കൊടുത്താലും അവർക്ക് പ്രശ്നമില്ല. ഇതിനോട് പറഞ്ഞത് ഈ സ്ഥാപനത്തിൽ വന്ന് ഒരാഴ്ച മുമ്പ് ഒരു കച്ചവടക്കാരൻ പറഞ്ഞു, എന്നിട്ട് നമ്മൾ ആയതാണ് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അതെന്ത് ദീനാണ്? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എത്താനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മൾ ബാഹ്യമായ ഒന്ന് ഇപ്പം നമുക്ക് സ്വർഗത്തേക്ക് പോകാനുള്ള കുറച്ച് സുന്നത്തുകൾ അപ്പോൾ എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്ത് വിചാരിച്ചാൽ മതി? അതിപ്പോൾ കുറച്ച് കൂലി കമ്മിയായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. അതേ സമയത്ത് റസൂലുള്ളാഹ് വിചാരിച്ചാലോ, എനിക്കതുവഴി റസൂലുള്ളാഹിനെ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചാലോ? ഞാനത് ചെയ്താലേ എനിക്ക് റസൂലുള്ളാഹിനെ കിട്ടൂ, അല്ലെങ്കിൽ എനിക്ക് റസൂലുള്ളാഹിനെ കിട്ടൂല. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു എന്നാണ് എൻ്റെ ഓർമ്മ. ഇബ്നു അബ്ദിസ്സലാം ഫുഖഹാക്കൽപ്പെട്ട വലിയ മഹാനാണ്. അവരാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഓർമ്മയിൽ നിർത്തി പറയാണ്. സാധാരണ അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സലാം മടക്കും. ഒരിക്കൽ സലാം മടക്കില്ല അത്തഹിയ്യാത്തിൽ. എൻ്റെ ഓർമ്മ ഇബ്നു അബ്ദിസ്സലാം ആണെന്ന് എൻ്റെ ഓർമ്മ. ഓർമ്മയെന്ന് പറയാണ്. ഏതായാലും ആ താരീഖ് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ താരീഖ് ഉണ്ട്. അതെ അവരെ പറ്റിയുണ്ട്. ഒരു ദിവസം സലാം മടക്കിയില്ല, പലവട്ടം സലാം ചൊല്ലിയിട്ട് മടക്കിയില്ല. അവസാനം റസൂലുള്ളാഹി സലാം മടക്കി. എന്നിട്ട് കരഞ്ഞു. അപ്പോൾ പറഞ്ഞു, വുളൂഇൽ എൻ്റെ സുന്നത്ത് മുഴുവൻ നീ എടുത്തില്ല, ധൃതിയായതാണ്. അപ്പോൾ ഈ സുന്നത്തെടുക്കുന്നത് സ്വർഗത്തിൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയല്ല, ആരോടുള്ള ഇഷ്ടമാണ്? റസൂലുള്ളാഹിനെ ഇഷ്ടമാണ്. സ്വർഗം നൽകി വല മഖ്സൂദുഹും ജന്നാത്തു അദ്ൻ. ജന്നാത്തു അദ്ൻ അത്തരം ആളുകൾക്ക് ലക്ഷ്യമേ അല്ല. വലൽ ഹൂറുൽ ഹിസാൻ, സുന്ദരി പെണ്ണുങ്ങൾ അവരെ ലക്ഷ്യമല്ല. വലൽ ഖിയാമ, സ്വർഗത്തിൻ്റെ ടെൻറ്റുകൾ, അതിമനോഹരമായ സ്വർഗീയ ഭവനങ്ങൾ അവർക്ക് ലക്ഷ്യമല്ല. അവരുടെ ലക്ഷ്യം ആരാണ്? അല്ലാഹുവും റസൂലുമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല മഖ്സൂദുഹും, അങ്ങനത്തെ ആളുകൾ, അവരെ പറ്റിയാണ് പറഞ്ഞത്.
ഞാൻ ആ വഴി കാണാഞ്ഞിട്ടല്ല, ഞാൻ വരി കണ്ട പിന്നെ അവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ അപ്പുറത്തെ വരി പണ്ടൊരിക്കൽ ഞാൻ ഒറ്റ വരിക്ക് അർത്ഥം വെച്ച് അവിടുന്ന് ഓടിയിട്ടുണ്ട്. ആ വരിയാണ്ട് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അർത്ഥം വെക്കണമെങ്കിൽ ഒരു ദിവസം വേണ്ടി വരും. ഇതിപ്പോൾ 2 വരിക്ക് വേണ്ടിയിട്ട് 4 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് കാണാതെ അവിടുന്ന് പാഞ്ഞതാണ്. അപ്പോൾ ഷമീർ എന്നെ വിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മുന്നേ അവിടെ കൂടിയത്. ഇതെന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. റസൂലുള്ളാഹിൽ ഫനാ ആയാൽ നിനക്ക് നടക്കാത്തൊരു കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫനാ ആകുക. നല്ലപോലെ ചിന്തിക്കുക, നല്ലപോലെ ചിന്തിക്കുക.